السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين برضا الله. أما بعد. ബഹുമാനപ്പെട്ട സമസ്ത ശതാബ്ദി സന്ദേശയാത്രയുടെ ഉപനായകൻ, സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിൻ്റെ അജയ്യനായ ജനറൽ സെക്രട്ടറി, സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ സെക്രട്ടറി ഷെയ്ഖുന MT ഉസ്താദ് അവറുകളെ, ഈ മഹത്തായ സ്വീകരണ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ, SYSൻ്റെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ കൊല്ലം ജില്ലാ പ്രസിഡന്റ് സയ്യിദ് മുഹ്സിൻ കോയത്തങ്ങൾ, ഈ വേദിയെ ധന്യമാക്കിയ പ്രിയപ്പെട്ട ജനപ്രതിനിധികൾ, നൗഷാദ് MLA, PC വിഷ്ണുനാഥ് MLA, മറ്റു പ്രഗത്ഭരായ നേതാക്കളെ, പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, സഹോദരന്മാരെ, രണ്ട് പ്രധാനപ്പെട്ട വിഷയാവതരണങ്ങൾ ഇവിടെ നടന്നു. നമ്മുടെ ജനപ്രതിനിധികളും പാർലമെൻറ്റ് മെമ്പർമാരുമൊക്കെ ബഹുമാനപ്പെട്ട സമസ്തയുടെ പ്രവർത്തനങ്ങളെ, ഈ മതേതര രാജ്യത്തിന് വേണ്ടി സമസ്ത സമർപ്പിക്കുന്ന സംഭാവനകളെ അവരുടെയൊക്കെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ വളരെ മനോഹരമായി വരച്ചു കാണിച്ചത്. 100 കൊല്ലം ഈ മഹത്തായ പ്രസ്ഥാനം എന്ത് ചെയ്തു എന്ന ചോദ്യത്തിൻ്റെ ഏറ്റവും വലിയ ഉത്തരമാണ് അവരൊക്കെ ഇവിടെ അവതരിപ്പിച്ചത്. ഇന്ത്യ എന്ന് പറയുന്ന ഈ ബഹുസ്വര രാജ്യത്ത്, മതേതര രാജ്യത്ത്, നാനാജാതി മതവിഭാഗങ്ങൾ ജീവിക്കുന്ന നമ്മുടെ ഈ നാട്ടിൽ ഏറ്റവും വലിയ മൈത്രിയും മാനവികതയും മതസൗഹാർദ്ദവും നിലനിർത്തിയ ഒരു നാട് ഈ കേരളക്കരയായി മാറിയതിൽ ഈ മഹാപണ്ഡിതന്മാരുടെ, ഈ പണ്ഡിത പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും വലിയ പങ്ക് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ കീഴിൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന മത രംഗത്തുള്ള പ്രവർത്തനങ്ങൾ നമുക്കറിയാം. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ കീഴിലുള്ള മതവിദ്യാഭ്യാസ ഏജൻസിയാണ് സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ്. ആ വിദ്യാഭ്യാസ ബോർഡിൻ്റെ കീഴിൽ 11,082 മദ്രസകളുണ്ട്. 1-ാം നമ്പർ മുതൽ 11,082-ാം നമ്പർ വരെ അംഗീകാര നമ്പർ കൊടുക്കപ്പെട്ട കെട്ടിടങ്ങളുള്ള, വിലാസമുള്ള മദ്രസകൾ. ആ മദ്രസകളിൽ ലക്ഷക്കണക്കിന് കുഞ്ഞുമക്കൾ, കൃത്യമായ കണക്ക് പറഞ്ഞാൽ 11,75,446 വിദ്യാർത്ഥികൾ പഠനം നടത്തുന്ന ഒരു മഹാസംവിധാനം. പ്രിയമുള്ളവരെ, ഇൻഷാ അല്ലാഹ് ഏതാനും സമയം കഴിഞ്ഞിട്ടേ തങ്ങൾ എത്തൂ. നിങ്ങൾ പ്രയാസപ്പെട്ട് നിൽക്കേണ്ടതില്ല. ഇവിടുന്ന് അറിയിപ്പുണ്ടായാൽ ഒരുങ്ങിയാൽ മതി എന്ന് ഓർമ്മപ്പെടുത്തുന്നതാണ്. ഞാൻ പറഞ്ഞു വന്നത്, ലോകത്തെ തന്നെ ഏറ്റവും വലിയ മതവിദ്യാഭ്യാസ ഏജൻസിയായ സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ്, അതിൻ്റെ കീഴിൽ 11,082 മദ്രസകളിലായി 11,75,446 വിദ്യാർത്ഥികൾ ഇന്ന് മതപഠനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ മതപാഠശാലകളിലൂടെ 5-ാം ക്ലാസ്സിലും 7-ാം ക്ലാസ്സിലും 10-ാം ക്ലാസ്സിലും 12-ാം ക്ലാസ്സിലും പൊതുപരീക്ഷകൾ നടത്താറുണ്ട്. 5-ാം തരത്തിൽ ഈ കഴിഞ്ഞ കാലയളവിൽ 41,54,224 വിദ്യാർത്ഥികൾക്ക് 5-ാം ക്ലാസ് പൊതുപരീക്ഷ പാസ്സായ സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്തു സമസ്ത. 7-ാം ക്ലാസ്സിൽ 22,24,370 വിദ്യാർത്ഥികൾക്ക്, 10-ാം തരത്തിൽ 5,84,365 വിദ്യാർത്ഥികൾക്ക്, +2-വിൽ 65,016 വിദ്യാർത്ഥികൾക്ക്, 70 ലക്ഷത്തിലധികം കുഞ്ഞുമക്കൾക്ക് മതവിദ്യാഭ്യാസത്തോടൊപ്പം ഈ രാജ്യത്തോടുള്ള ബഹുമാനവും ആദരവും രാജ്യക്കൂറും മതേതരത്വവും മാനവികതയും സാമൂഹ്യ ബോധവും പഠിപ്പിച്ചുകൊണ്ട് അവർക്ക് പൊതുപരീക്ഷ നടത്തി സർട്ടിഫിക്കറ്റ് വിതരണം നൽകിയ, ഒരുപക്ഷെ ലോകത്ത് തന്നെ വേറെ അതിനപ്പുറത്ത് ചൂണ്ടിക്കാണിക്കാനില്ലാത്ത ഒരു പ്രസ്ഥാനം സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡായിരിക്കും. ഏതെങ്കിലും അറബ് രാജ്യങ്ങളിലോ മുസ്ലിം രാജ്യങ്ങളിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ലോക രാജ്യത്ത് നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയുമോ ഇങ്ങനെയുള്ള കണക്കുകൾ പറയാൻ?
സമസ്ത കേരള ജംഇയ്യത്തുൽ കീഴിലെ ഈ മദ്രസകളെ നിയന്ത്രിക്കാൻ 572 റേഞ്ച് സംവിധാനങ്ങളുണ്ട്. ഈ റേഞ്ച് സംവിധാനങ്ങളിലൂടെ 112 മുഫത്തിസുമാർ, വിദ്യാഭ്യാസ ഇൻസ്പെക്ടർമാർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ മുദരിബുമാര്, മുജവ്വിദുമാര്, മുജവ്വിദാത്തുകൾ, നമ്മുടെ സഹോദരിമാർക്ക് ഖുർആൻ പാരായണത്തിന്റെ ദീനീ പഠനത്തിന്റെ പാഠങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാൻ പരിശീലനം ലഭിച്ച മുജവ്വിദാത്തുകൾ ഉൾപ്പെടെ മുഅല്ലിം സർവീസ് രജിസ്റ്റർ എടുത്തിട്ടുള്ള 1,04,383 മതാധ്യാപകർ, മുഅല്ലിം സുഹൃത്തുക്കൾ, ഇങ്ങനെയുള്ള വിപുലമായ സംവിധാനത്തോടുകൂടെ മതപഠനം നടക്കുന്ന ഒരു കേന്ദ്രം, പ്രത്യേകിച്ച് ഇതിലെ മഹാഭൂരിപക്ഷം വരുന്ന മദ്രസകൾ ഉള്ളത് കേരളത്തിലല്ലേ? ഈ കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ മതസൗഹാർദ്ദമുള്ളത്. ഈ കഴിഞ്ഞ റബീഉൽ അവ്വലിൽ നബിദിനാഘോഷത്തിന്റെ ഭാഗമായി നമ്മുടെ നാടുകളിലൊക്കെ നമ്മുടെ കുഞ്ഞുമക്കൾ മനോഹരമായ നബിദിന റാലി നടത്തിയപ്പോ ആയിരക്കണക്കിന് കേന്ദ്രങ്ങളിൽ നമ്മുടെ നാടുകളിലെ ഹിന്ദു സഹോദരങ്ങൾ, ക്രൈസ്തവ സഹോദരങ്ങൾ സമസ്തയുടെ മദ്രസകളിൽ നിന്ന് ദഫ് മുട്ടി, സ്വലാത്ത് ചൊല്ലി, മദ്ഹ് പാടി കടന്നു വന്ന കുഞ്ഞുമക്കളുടെ നബിദിന റാലികളെ സ്വീകരിച്ചില്ലേ? അമ്പലമുറ്റങ്ങളുടെ കവാടങ്ങൾ തുറന്നുകൊടുത്ത് മക്കളെ നിങ്ങൾ ഞങ്ങളുടെ അമ്പലമുറ്റത്ത് ദഫ് മുട്ടണം എന്ന് പറഞ്ഞ അമ്പല കമ്മിറ്റികൾ, നബിദിന റാലിയെ സ്വീകരിച്ച് പായസം വിതരണം ചെയ്ത ക്ഷേത്ര കമ്മിറ്റികൾ, നബിദിന റാലികൾക്ക് എല്ലാ സൗകര്യവും ചെയ്തു കൊടുത്ത ചർച്ചിന്റെ ഭാരവാഹികൾ, നബിദിനാശംസകളുടെ ബോർഡ് കെട്ടിയ മറ്റുള്ള മത ആരാധനാലയ കേന്ദ്രങ്ങൾ, മതമേലധ്യക്ഷന്മാർ, ഈ ഒരു മനോഹാരിത നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നത് എന്തുകൊണ്ടാണ്? 1400 കൊല്ലമായി, 14 നൂറ്റാണ്ട് കാലമായി ഈ കൊച്ചു കേരളത്തിൽ, ഇന്ത്യയിൽ ഇസ്ലാമും ഇസ്ലാമിക ദാഴികളും മഹാപണ്ഡിതന്മാരും സാദാത്തുക്കളും ഉലമാക്കളും കഴിഞ്ഞു പോയിട്ടുണ്ട്. അവരെല്ലാവരും പഠിപ്പിച്ചത് മാനവികതയാണ്, മതേതരത്വമാണ്. ശൈഖുനാ ശംസുൽ ഉലമയുടെ ചരിത്ര പ്രസിദ്ധമായ 60-ാം വാർഷികത്തിലെ 70-ാം വാർഷികത്തിലെ രേഖപ്പെടുത്തപ്പെട്ട പ്രഭാഷണങ്ങളുണ്ട്. അവിടെയൊക്കെ ശംസുൽ ഉലമ പറഞ്ഞത് സമസ്ത ലക്ഷക്കണക്കിന് ഔലിയാക്കളുടെ പ്രസ്ഥാനമാണ്. ഔലിയാക്കളാണ് മൈത്രി നിലനിർത്തിയത്. വാവർ വലിയുല്ലാഹിയുടെയും അയ്യപ്പ സ്വാമിയുടെയും സ്നേഹബന്ധത്തിന്റെ ചരിത്രം പറയും ശംസുൽ ഉലമ. കോന്തുനായരുടെയും മമ്പുറം തങ്ങളുടെയും ചരിത്രം പറയും. മാനാഞ്ചിറയുടെ കഥ പറയും. മാനദേവൻ രാജാവിന്റെയും ടിപ്പു സുൽത്താന്റെയും ഷെയ്ഖ് ജിഫ്രി തങ്ങളുടെയും സ്നേഹത്തിന്റെ കഥകൾ പറയും. ഔലിയാക്കളാണ് നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ മാനവികത നിലനിർത്തിയത്. ആ ഔലിയാക്കളുടെ വഴിയാണ് സമസ്ത. ഈ മഹാന്മാരായ തങ്ങന്മാരുടെ വഴിയാണ് സമസ്ത. ഈ ഉലമാഇന്റെ വഴിയാണ് സമസ്ത. അതുകൊണ്ട് തന്നെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറയുന്ന മഹിതമായ പണ്ഡിത പ്രസ്ഥാനം ഈ കൊച്ചു കേരളത്തിൽ നിലനിൽക്കുന്ന കാലത്തോളം മാനവികതയുടെ, മതേതരത്വത്തിന്റെ, മനുഷ്യത്വത്തിന്റെ, സാമൂഹ്യ ബോധത്തിന്, ഈ രാജ്യത്തിന്റെ കെട്ടുറപ്പിന് ഏറ്റവും വലിയ മതില് കെട്ടി, കോട്ട കെട്ടി കാവൽ നിൽക്കുന്ന ഈ പണ്ഡിതന്മാരുള്ള കാലത്തോളം ഞങ്ങൾക്ക് വിശ്വാസമാണ് എന്ന് പറയുന്നത് ഇന്ത്യയുടെ പാർലമെന്റിലും കേരളത്തിന്റെ നിയമസഭയിലും ശബ്ദിക്കുന്ന നമ്മുടെ MP-മാരും MLA-മാരുമാണ്. അത് തന്നെയാണ് സമസ്ത എന്ത് ചെയ്തു എന്ന ചോദ്യത്തിന്റെ ഉത്തരം. കോഴിക്കോട് ജില്ലയിലെ പ്രിയപ്പെട്ട ഫിലിപ്പ് ജോൺ എന്ന് പറയുന്ന യുവ നേതാവ്, അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകർ ക്രൈസ്തവരും ഹൈന്ദവരും ഒക്കെയുണ്ട്. അവരാണ് പടുകൂറ്റൻ ഫ്ലക്സ് ബോർഡ് വെക്കുന്നത്, അവരാണ് ചുമരെഴുത്ത് നടത്തുന്നത്, അവരാണ് സമസ്തയുടെ 100-ാം വാർഷികത്തിന്റെ പ്രചരണം നടത്തുന്നത്. ഫിലിപ്പ് ജോണിനോട് പത്രപ്രവർത്തകർ ചോദിച്ചു, സമസ്തയോട് നിങ്ങളുടെ ബന്ധം എന്താണ്? നിങ്ങൾ എന്തിനാണ് പടുകൂറ്റൻ ഫ്ലക്സ് ബോർഡ് 100-ാം വാർഷികത്തിന്റെ ഫ്ലക്സ് വെക്കുന്നത്? ഫിലിപ്പ് ജോണും തന്റെ സഹപ്രവർത്തകരും ചെറുപ്പക്കാർ, ഫിലിപ്പ് ജോൺ പറഞ്ഞത് എന്താണ്? ഞാൻ സമസ്തയുടെ മധുരം അറിഞ്ഞത് സമസ്തയുടെ മുശാവറ അംഗമായിരുന്ന വാവാട് കുഞ്ഞിക്കോയ മുസ്ലിയാർ, എന്റെ അമ്മ ഡോക്ടറാണ്, നോമ്പ് കാലത്ത് ഞങ്ങൾക്ക് ഭക്ഷണം കൊടുത്തയക്കും, ഈത്തപ്പഴം കൊടുത്തയക്കും, കാരക്കയുടെ മധുരത്തിലൂടെയാണ് സമസ്തയുടെ മധുരം ഞാൻ എന്റെ ചെറുപ്രായത്തിൽ ആദ്യം നുണഞ്ഞത്. പിന്നെ ഞാൻ സമസ്തയെ അറിഞ്ഞു, സമസ്തയെ മനസ്സിലാക്കി. ഈ കേരളത്തിന്റെ മാനവികതയ്ക്ക്, മതേതരത്വത്തിന്,
ഇവിടുത്തെ മതസൗഹാർദ്ദത്തിന് സമസ്ത വഹിക്കുന്ന പങ്ക് ഞാൻ എൻ്റെ അനുഭവത്തിലൂടെ പഠിച്ചെടുത്തു. ആ സമസ്തയോട് മതേതര കേരളത്തിന്റെ തിരിച്ചുള്ള കടപ്പാടാണ് ഞങ്ങൾ നിർവഹിക്കുന്നത് എന്ന് ഫിലിപ്പ് ജോണിനെ പോലെയുള്ള യുവ നേതാക്കൾ പറയുമ്പോൾ, സമസ്ത എന്ത് ചെയ്തു എന്ന് പറയുമ്പോൾ ഈ രാജ്യത്തോട് പറയാനുള്ളത് ഇതാണ്. ഞങ്ങളല്ല പറയുന്നത്, ഈ മതേതര ചേരിയിൽ നിൽക്കുന്ന നേതാക്കളാണ്. ഞങ്ങൾക്ക് പറയാനുള്ളത്, ഈ ഉമ്മത്തിനെ സംബന്ധിച്ചിടത്തോളം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ത് നേട്ടമാണ് ചെയ്തത്? മുസ്ലിം വിശ്വാസികളാണ്, ഈമാനുള്ളവരാണ്, ഇസ്ലാമിക വിശ്വാസത്തിൽ ജീവിച്ച് തവഫനാ മുസ്ലിമീന വഅൽഹിഖനാ ബിസ്സാലിഹീൻ, മുസ്ലിങ്ങളായി മരണപ്പെട്ടു പോകണം, പരലോകത്ത് വിജയിക്കണം, പരലോകത്ത് സ്വർഗമുണ്ട്, മഹാന്മാരുടെ കൂടെ സ്വർഗത്തിലേക്ക് എത്തണം. പരലോക വിശ്വാസമുള്ള, ദൈവവിശ്വാസമുള്ള, ഈമാനുള്ള സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം പരലോകത്ത് വിജയിക്കാൻ അവരുടെ ഈമാനിന്, വിശ്വാസത്തിന് കോട്ടകെട്ടി കാവലിരിക്കുക എന്ന ഏറ്റവും വലിയ ദൗത്യമാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ചെയ്തത്. ഏതാണ് സിറാത്തുൽ മുസ്തഖീം? സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം, അല്ലാഹു അനുഗ്രഹിച്ച മഹാരഥന്മാരുടെ വഴി. ആ മഹാന്മാരുടെ മുഴുവനും അനന്തരാവകാശം നേടിയെടുത്ത് അമ്പിയാക്കളുടെ അനന്തരാവകാശികളാണ് ഉലമാക്കൾ. ഉലമാഇന്റെ, ഔലിയാക്കളുടെ, സ്വാലിഹീങ്ങളുടെ, ഇമാമീങ്ങളുടെ, ഫുഖഹാക്കളുടെ, മുഹദ്ദിസീങ്ങളുടെ, മുഫസ്സിരീങ്ങളുടെ, മദ്ഹബിന്റെ ഉലമാക്കളുടെ, അഖീദയുടെ ഉലമാക്കളുടെ, കഴിഞ്ഞുപോയ ഇമാമമാരുടെ, കേരളക്കരയുടെ ചരിത്രത്തിൽ 500 കൊല്ല കാലഘട്ടത്തിലെ മഖ്ദൂമി പണ്ഡിതന്മാരുടെ, യമനിൽ നിന്ന് കടന്നു വന്ന സാദാത്തുക്കളുടെ, ഉലമാക്കളുടെ, സൂഫികളുടെ അനന്തരാവകാശം പറയാൻ, ആദർശ വിശുദ്ധിയുടെ 14 നൂറ്റാണ്ടിന്റെ അവകാശം പറയാൻ കേരളത്തിൽ ഒരേ ഒരു സംഘടനയ്ക്ക് അവകാശമുള്ളൂ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് മാത്രം. കാരണം ആദർശ വിശുദ്ധിയിൽ കലക്ക് വെള്ളം ചേർക്കാതെ, ഒരു മാറ്റത്തിരുത്തലുകളില്ലാതെ. എന്തിന്? ഈ 100 കൊല്ലത്തെ ചരിത്രം നിങ്ങൾ പരിശോധിച്ച് നോക്ക്. കേരളത്തിൽ പല പുത്തൻ സംഘടനകൾ വന്നു. വഹാബി മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ വിവിധ ഘടകങ്ങൾ, അവർ പല ഗ്രൂപ്പുകളായി. ജമാഅത്തെ ഇസ്ലാമി വന്നു, തബ്ലീഗ് ജമാഅത്ത് വന്നു, പല തരീഖത്തുകൾ വന്നു, പല പുത്തൻ പ്രസ്ഥാനക്കാർ വന്നു, ദീനിൽ നിന്ന് അകന്നു പോയ ഖാദിയാനികൾ വരെ വന്നു. എന്നിട്ടെന്തേ? അവർക്ക് ആർക്കെങ്കിലും അവരുടെ യഥാർത്ഥ, അവരുടെ മുൻഗാമികൾ സ്ഥാപിച്ച ആദർശത്തിൽ ഉറച്ചു നിൽക്കാൻ സാധിച്ചിട്ടുണ്ടോ? പഴയകാല നേതാക്കളെ പോലും തള്ളിക്കളയേണ്ടി വന്നു. ജമാഅത്തെ ഇസ്ലാമിക്ക് മൗദൂദിയെ തള്ളിക്കളയേണ്ടി വന്നു. വഹാബികൾക്ക് അവരുടെ ആചാര്യന്മാരെ കേരളത്തിലേക്ക് ഈജിപ്ഷ്യൻ തൗഹീദ് ഇറക്കുമതി ചെയ്ത ജമാലുദ്ദീൻ അഫ്ഗാനിയെ, റഷീദ് റിളയെ, മുഹമ്മദ് അബ്ദുവിനെ തള്ളിക്കളയേണ്ടി വന്നു. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് മുൻഗാമികളിൽ ഒരാളെ പോലും തള്ളിക്കളയേണ്ടി വന്നിട്ടില്ല. ഈ 14 നൂറ്റാണ്ടിലെ ഒരു നേതാവിനെയും തള്ളിക്കളയേണ്ടി വന്നിട്ടില്ല. സമസ്തയുടെ ഒരു തീരുമാനവും ഈ 100 കൊല്ലത്തിനിടക്ക് തിരുത്തേണ്ടി വന്നിട്ടില്ല. ഞങ്ങളുടെ തീരുമാനങ്ങൾ തെറ്റായിരുന്നു എന്ന് പറഞ്ഞ് മാപ്പ് ചോദിക്കേണ്ടി വന്നിട്ടില്ല. ഒരു പ്രമേയവും പിൻവലിക്കേണ്ടി വന്നിട്ടില്ല. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ കൊടുത്ത ഫത്വകൾ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ കൊടുത്ത വിശ്വാസത്തിന്റെ ദിശാസൂചിക, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഈ ഉമ്മത്തിന് വഴി കാണിച്ചു കൊടുത്തത് ഒന്നും തിരുത്തേണ്ടി വന്നിട്ടില്ല. കാരണം മുത്തുനബിയിൽ നിന്ന് സ്വഹാബത്ത്, താബിഉകൾ, താബിഉ താബികളിലൂടെ മാ അന അലൈഹി വസ്വഹാബി, അതിനാണ് അഹ്ലു സുന്നത്ത് വൽ ജമാഅ എന്ന് പറയുക. ഈ ഈമാനിന്റെ വഴിക്ക് കോട്ടകെട്ടി കാവലിരുന്നത് മാത്രമാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ചെയ്തത്. അതിന്റെ മധുരം നമ്മൾ അനുഭവിക്കുകയല്ലേ? നമ്മുടെ കഴിഞ്ഞു പോയ മുൻഗാമികൾ, വരക്കൽ മുല്ലക്കോയ തങ്ങൾ മുതൽ ശൈഖുനാ ശംസുൽ ഉലമ കണ്ണിയത്ത് ഉസ്താദ്, കഴിഞ്ഞു പോയ മുൻഗാമികളെ കുറിച്ച് നമുക്ക് പറയാൻ കഴിയും. അവരൊക്കെ പരിശുദ്ധമായ കലിമ ചൊല്ലി മരണപ്പെട്ടു പോയ ആയിരക്കണക്കിന് മഹാന്മാരായ നേതാക്കൾ, വുദൂഓടുകൂടെ മരണപ്പെട്ടവർ, പുഞ്ചിരിച്ച് മരണപ്പെട്ടു പോയവർ, നല്ല രാവുകളിൽ, നല്ല ദിവസങ്ങളിൽ മരണത്തിന് വേണ്ടി ഒരുങ്ങി തയ്യാറായി വളരെ ഉറക്കെ ഉച്ചത്തിൽ കലിമ ചൊല്ലി മരിച്ചുപോയ എത്രയെത്ര രംഗങ്ങൾ. ഖുർആൻ ഓതിക്കൊണ്ടിരിക്കെ മരണപ്പെട്ടു പോയവർ. ഓരോ നേതാക്കളെ കുറിച്ച് അഭിമാനത്തോടുകൂടെ, ആരാണ് ഖുർആനിന്റെ വാഹകർ, ആരാണ് കലിമത്തു തൗഹീദിന്റെ വാഹകർ, ആരാണ് ഹിദായത്തിന്റെ അവകാശികൾ, ആരാണ് സിറാത്തുൽ മുസ്തഖീമിന്റെ യഥാർത്ഥ നേർരേഖയുടെ ആളുകളെന്ന് ജീവിച്ചിരിക്കുമ്പോ മാത്രമല്ല മരണസമയത്തും ബോധ്യപ്പെടുത്തി കാണിച്ചു പോയ, മൺമറഞ്ഞു പോയ 10,000-കണക്കിന് മഹാന്മാരുടെ നേതൃ സമ്പന്നതയുള്ള പ്രസ്ഥാനമാണ് സമസ്ത.
അതുകൊണ്ടാണ് നമ്മൾ സമസ്തയിൽ നിൽക്കുമ്പോ നമ്മൾ ആഗ്രഹിക്കുന്നത് ഈമാനോടുകൂടെ മരണപ്പെട്ടു പോകണം, ആ മഹാന്മാരോടുകൂടെ സുഖലോക സ്വർഗത്തിൽ ഒരുമിച്ച് കൂടണം. അതിന് സമസ്ത കഷ്ടപ്പെടുന്നു. നിങ്ങൾ പിഴച്ച ത്വരീഖത്തുകളിലേക്ക് പോകരുത്, നിങ്ങൾ പുത്തൻ പ്രസ്ഥാനങ്ങളിലേക്ക് പോകരുത്, നിങ്ങൾ ബിദ്അത്തിലേക്ക് പോകരുത്, നിങ്ങൾ തീവ്രവാദത്തിലേക്ക് പോകരുത്. നിങ്ങളുടെ ഈമാൻ തകർന്നു പോകുമെന്ന മുന്നറിയിപ്പ് മഹാന്മാരായ മുൻഗാമികൾ പഠിപ്പിച്ച വഴി അത് വരച്ചു കാണിച്ചു തന്നതിനേക്കാൾ, നമ്മുടെ ഈമാനിന് കാവൽ നിന്നതിനേക്കാൾ ഇതിനേക്കാൾ വലിയ ഒരു നേട്ടം എന്താണ് സമസ്തക്ക് ചെയ്തു തരാനുള്ളത്? അതാണ് സമസ്തയുടെ ഏറ്റവും മുഖ്യമായ നേട്ടം. സമസ്ത വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. സമസ്തയുടെ കീഴിൽ ആയിരക്കണക്കിന് മത ഭൗതിക വിദ്യാഭ്യാസ സമന്വയ സ്ഥാപനങ്ങളുണ്ട്, അറബിക് കോളേജുകളുണ്ട്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ വിദ്യാഭ്യാസ ബോർഡ് നേരിട്ട് നടത്തുന്ന ശൈഖുന എം.ടി. ഉസ്താദ് നേതൃത്വം നൽകുന്ന ഫളീല സ്ഥാപനങ്ങളിൽ പെൺകുട്ടികളെ പണ്ഡിതകളാക്കി വളർത്തിക്കൊണ്ടുവരികയാണ്. വഹാബികൾക്കോ മൗദൂദികൾക്കോ മറ്റുള്ള പുത്തനാശയക്കാർക്ക് അവരുടെ പെൺകുട്ടികളെ പണ്ഡിതകളാക്കി കൊണ്ടുവരാനുള്ള സംവിധാനങ്ങളുണ്ടോ? അവരുടെ വനിതാ കോളേജുകളിൽ കേവലം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ അഫ്ളൽ ഉലമ കോഴ്സ് പഠിപ്പിക്കുക എന്നതല്ലാതെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ സിലബസ് തയ്യാറാക്കി ഖുർആൻ വ്യാഖ്യാനവും ഹദീസുകളും ഫിഖ്ഹും അഖീദയും ബഹുമാനപ്പെട്ട ശൈഖുന എം.ടി. ഉസ്താദിന്റെ നേതൃത്വത്തിൽ കൃത്യമായ സിലബസ് തയ്യാറാക്കി ആയിരക്കണക്കിന് പെൺകുട്ടികളായ പണ്ഡിതകളെ വളർത്തിക്കൊണ്ടുവരികയാണ്. 99 കൃത്യമായ കണക്ക് പറഞ്ഞാൽ ഏറ്റവും പുതിയ അപ്ഡേഷൻ ഫളീല കോളേജുകളിലൂടെ ബഹുമാനപ്പെട്ട സമസ്തയുടെ കീഴിൽ കുഞ്ഞു മക്കൾക്ക് അൽബിർ പ്രീ ഇസ്ലാമിക് സ്കൂളുകളുണ്ട്. ആ സ്ഥാപനങ്ങളിലൂടെ പഠിപ്പിക്കുന്നത് എന്താണ്? നമ്മുടെ മതവിദ്യാഭ്യാസം മാത്രമല്ല, അവരെ പഠിപ്പിക്കുന്നത് ഭൗതിക വിദ്യാഭ്യാസം, ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നു, ജനറൽ നോളജ് പഠിപ്പിക്കുന്നു. അവർക്ക് അവരുടെ പ്രായത്തിനനുസരിച്ചുള്ള അദബും സാമൂഹ്യ ബോധവും ചെറിയ കുഞ്ഞുമക്കൾക്ക് പ്രീ സ്കൂളുകളിലൂടെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. 285 അൽബിർ പ്രീ സ്കൂളുകൾ, അസ്മി പ്രീ സ്കൂളുകൾ 276, അൽബറിന്റെ അപ്പർ പ്രൈമറിയായി 95 സ്ഥാപനങ്ങൾ. അപ്പോൾ അതോടൊപ്പം തന്നെ SNEC സനാഇയ ബിരുദം നൽകുന്ന ഏറെക്കുറെ 50ഓളം വരുന്ന സ്ഥാപനങ്ങൾ. ഈ സ്ഥാപനങ്ങൾക്ക് പുറമെ പട്ടിക്കാട് ജാമിഅ നൂരിയയുടെ ജൂനിയർ കോളേജുകൾ, ചമ്മാട് ദാറുൽ ഹുദയുടെ സഹസ്ഥാപനങ്ങൾ, അതേപോലെ യമാനിയ സ്ഥാപനങ്ങൾ, കടമേരി റഹ്മാനിയുടെ കീഴിലുള്ള സ്ഥാപനങ്ങൾ, ഇങ്ങനെയുള്ള ധാരാളം സ്ഥാപനങ്ങളിലൂടെ 10,000കണക്കിന് പണ്ഡിതന്മാരും പണ്ഡിതകളും വളർന്നു വരികയാണ്. ഈ ജാഥയുടെ ഉപനായകൻ ബഹുമാനപ്പെട്ട കോഴിക്കോട് ഖാളി മഹാനായ സയ്യിദ് മുഹമ്മദ് കോയത്തങ്ങൾ ജമലുല്ലൈലി ഈ യാത്രയെ നയിച്ചുകൊണ്ട് ആവേശോജ്വലമായ സ്വീകരണം ഏറ്റുവാങ്ങിക്കൊണ്ട് നമ്മുടെ ഈ വേദിയിലേക്ക് കടന്നു വരികയാണ്. ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് സാബിഖ് അലി ശിഹാബ് തങ്ങൾ, ബഹുമാനപ്പെട്ട സയ്യിദ് ഷുഐബ് തങ്ങൾ, ബഹുമാനപ്പെട്ട കബീർ ബാഖവി ഉൾപ്പെടെയുള്ള നേതാക്കൾ നമ്മുടെ വേദിയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു വന്നത്, ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൂടെ നിങ്ങൾ അറിയണം, 2019 സമസ്ത കേരള ജംഇയ്യത്തുൽ മുദർരിസീൻ കേരളത്തിൽ ഒരു കണക്കെടുപ്പ് നടത്തി. പള്ളി ദർസുകളിൽ പഠിപ്പിക്കുന്ന മുതഅല്ലിമീങ്ങളുടെ എണ്ണം എത്രയാണ്? അവർ കണ്ടെത്തിയ കണക്ക് 2019 കണക്കാണ് ഞാൻ പറയുന്നത്. 19,217 മുതഅല്ലിമീങ്ങൾ. കൃത്യമായ കണക്ക് 2019 19,217 കുട്ടികൾ മുതഅല്ലിമീങ്ങൾ പള്ളി ദർസിൽ പഠിക്കുന്നത്. അറബിക് കോളേജുകളോ സമന്വയ സ്ഥാപനങ്ങളോ ജൂനിയർ കോളേജുകളോ ഒന്നും അതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഈ 10,000കണക്കിന് വരുന്ന മുതഅല്ലിമീങ്ങളെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ പഠിപ്പിച്ച് വളർത്തിക്കൊണ്ടുവരുന്ന എന്തിനു വേണ്ടിയാണ്? സുന്നത്ത് ജമാഅത്തിന്റെ ആശയത്തിന്, ആദർശത്തിന് കാവൽ ഭടന്മാരായി അവരിവിടെ ഉണ്ടാകുന്നതിന് വേണ്ടി. ഇവിടെ മതവിദ്യാഭ്യാസം നിലനിൽക്കണം, ദർസി പാരമ്പര്യം നിലനിൽക്കണം, പൊന്നാനി സിലബസ് നിലനിൽക്കണം, നമ്മുടെ മഹാന്മാര് പഠിപ്പിച്ച വഴികൾ നിലനിൽക്കണം. അത് മാത്രമല്ല, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ നമ്മുടെ ആദർശത്തിന്, നമ്മുടെ ആത്മീയതക്ക് കാവൽ നിന്നു. കേരളത്തിലെ മുസ്ലിം ഉമ്മത്തിന് മതവിദ്യാഭ്യാസ രംഗത്ത് വലിയ സംഭാവനകൾ നൽകി, മതഭൗതിക വിദ്യാഭ്യാസ രംഗത്ത് വലിയ കാഴ്ചപ്പാടുകൾ അവതരിപ്പിച്ചു. ഇനി നമ്മുടെ തഹിയ ആപ്പിലൂടെ 46.5 കോടി രൂപ ഈ ഉമ്മത്ത് സമസ്തയെ ഏൽപ്പിച്ചപ്പോൾ നമ്മുടെ നേതാക്കളുടെ പദ്ധതി എന്താണ്? അടുത്ത നൂറ്റാണ്ടിലേക്ക് സെന്റനറി എഡ്യൂസിറ്റി എന്ന
ബൃഹത്തായ പദ്ധതിയിലൂടെ ആൺകുട്ടികൾക്ക് പെൺകുട്ടികൾക്ക് സുന്നത്ത് ജമാഅത്തിന്റെ ബാലപാഠങ്ങൾ മുതൽ അവരെ വലിയ പണ്ഡിതന്മാരും പണ്ഡിതകളുമാക്കി രണ്ട് വിദ്യാഭ്യാസം നൽകിയ കാലഘട്ടത്തോടൊപ്പം സഞ്ചരിക്കുന്ന വലിയ ഒരു വിദ്യാഭ്യാസ സമുച്ചയം, വിദ്യാഭ്യാസ ബോർഡിന്റെ കീഴിൽ ഈ ലേണിംഗ് വില്ലേജ് ഓൺലൈൻ സംവിധാനത്തിലൂടെ ഇന്ന് 31 രാജ്യങ്ങളിലെ 10,000-കണക്കിന് കുട്ടികളാണ് മദ്രസ പഠനം നടത്തുന്നത്. ഏത് വലിയ ടെക്നോളജി വികസിച്ചാലും, AI ടെക്നോളജി വന്നാലും, ഇൻഫർമേഷൻ റവല്യൂഷൻ നടന്നാലും, അതോടൊപ്പം റോബോട്ടിക് യുഗം വന്നാലും ഇൻഷാ അല്ലാഹ് ഇവിടെ സുന്നത്ത് ജമാഅത്ത് നിലനിൽക്കണം, നമ്മുടെ പാരമ്പര്യം നിലനിൽക്കണം. സമസ്തയുടെ ഒരു എക്സ്പോ പദ്ധതിയുമായി ബന്ധപ്പെട്ട് നമ്മുടെ കുട്ടികൾ ഒരു പ്രൊജക്ട് അവതരിപ്പിച്ചപ്പോ കേട്ടപ്പോൾ അത്ഭുതം തോന്നിപ്പോയി. ഒരു റോബോട്ടിന്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ റോബോട്ടിനോട് എല്ലാ മസ്അലകളും ഫത്ഹുൽ മുഈനിലുള്ള മസ്അലകൾ അതിനെ അടിസ്ഥാനപ്പെടുത്തി ആ റോബോട്ടിൽ അതൊക്കെ ഫീഡ് ചെയ്ത് റോബോട്ടിനോട് ഒരു മതപരമായ നിയമം ചോദിച്ചാൽ ഫത്ഹുൽ മുഈൻ അടിസ്ഥാനപ്പെടുത്തി ബഹുമാനപ്പെട്ട ഉസ്താദുമാർ തയ്യാറാക്കിയ ഫത്വകൾ തിരിച്ചു നൽകുന്ന ഒരു വലിയ സംവിധാനത്തിന്റെ പ്രൊജക്ട് അവർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏത് റോബോട്ടിക് യുഗം വന്നാലും ഫത്ഹുൽ മുഈൻ സുന്നി ഇവിടെ നിലനിൽക്കണമെന്നാണ് സമസ്ത ആഗ്രഹിക്കുന്നത്. ബഹിരാകാശത്ത് ജനങ്ങൾ പോയി താമസം തുടങ്ങിയാലും അവിടെ ജീവിക്കുന്നവർ ഹദ്ദാദ് ചൊല്ലുന്നവരും മൗലിദ് ഓതുന്നവരും നിസ്കരിക്കുന്നവരും തഹജ്ജുദ് നിസ്കരിക്കുന്നവരും ആവണം എന്നതാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രൊജക്ടുകൾ. അടുത്ത നൂറ്റാണ്ടിലേക്ക് 15ഓളം ദഅവാ പദ്ധതികളാണ് സമസ്ത ദീർഘദൃഷ്ടിയോടുകൂടെ ഈ ഉമ്മത്തിന്റെ മുന്നിൽ അവതരിപ്പിച്ചത്. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ സാമൂഹ്യപരമായ കാര്യങ്ങളിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ അറിയണം, 20ഓളം കേസുകൾ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ സുപ്രീം കോടതിയിൽ ഇടപെട്ട് കൈകാര്യം ചെയ്യുന്നുണ്ട്. സമസ്ത ഹർജി ഫയൽ ചെയ്തതുണ്ട്, കക്ഷിയായി ചേർന്നതുണ്ട്. 20ഓളം വരുന്ന കേസുകൾ ആർക്ക് വേണ്ടി? ഈ രാജ്യത്തിന് വേണ്ടി, ഇവിടുത്തെ മതേതര മൂല്യങ്ങൾ ജനാധിപത്യം നിലനിൽക്കുന്നതിന് വേണ്ടി, ശരീഅത്ത് സംരക്ഷിക്കപ്പെടുന്നതിന് വേണ്ടി. ഏക സിവിൽ കോഡിനെതിരെ സമസ്ത സുപ്രീം കോടതിയിൽ പോയി. പൗരത്വ ബില്ലുമായി ബന്ധപ്പെട്ട് സമസ്ത സുപ്രീം കോടതിയിൽ പോയി. ആരാധനാലയ സംരക്ഷണ നിയമവുമായി ബന്ധപ്പെട്ട് സമസ്ത സുപ്രീം കോടതിയെ സമീപിച്ചു എന്ന് മാത്രമല്ല, സുപ്രീം കോടതി കീഴ്ക്കോടതികൾക്ക് അതോടൊപ്പം തന്നെ മറ്റുള്ള താഴേക്കടയിലുള്ള ഉദ്യോഗസ്ഥന്മാർക്ക് നിർദ്ദേശം നൽകി. ആരാധനാലയങ്ങളെ, കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലെ ആരാധനാലയങ്ങളിൽ പുതിയ സർവേകളും മറ്റുമൊക്കെ കൊണ്ടുവന്ന് പ്രയാസങ്ങൾ ഉണ്ടാക്കരുത്, സുപ്രീം കോടതിയുടെ അനുമതിയില്ലാതെ ഒന്നും ചെയ്യരുത്. ഇടക്കാല ഉത്തരവ് സമസ്തക്ക് നേടിയെടുക്കാനായി സാധിച്ചു. അനന്തരാവകാശ സംരക്ഷണ നിയമവുമായി ബന്ധപ്പെട്ട് സമസ്ത സുപ്രീം കോടതിയിൽ പോരാടി. ഇടക്കാല വിധി സമസ്ത അനുകൂലമായി നേടിയെടുത്തു. ഹിജാബുമായി ബന്ധപ്പെട്ട് കർണാടക ഹൈക്കോടതി, ആ ഹൈക്കോടതിയുടെ വിധിയെ മരവിപ്പിച്ചുകൊണ്ട് സുപ്രീം കോടതി ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചു. JJ ആക്ട് നമ്മുടെ ദർസുകളെ, നമ്മുടെ അറബി കോളേജുകളെ, ഹിഫ്ദുൽ ഖുർആൻ കോളേജുകളെ, അനാഥശാലകളെ ബാധിക്കുന്ന കേസുമായി ബന്ധപ്പെട്ട് സമസ്ത മുന്നോട്ട് പോകുന്നു. അതും ഏറെക്കുറെ 75% അനുകൂലമാണ് വിധി. അതിൽ നിന്ന് പള്ളി ദർസുകളെ, ഹിഫ്ദുൽ ഖുർആൻ കോളേജുകളെ, അറബി കോളേജുകളെ ഒഴിവാക്കുന്ന സാഹചര്യം ഉണ്ടായത് സമസ്തക്ക് അനുകൂലമായ വിധി കിട്ടിയത് കൊണ്ടാണ്. ഏറെക്കുറെ 2-3 ആഴ്ച മുമ്പ് മാത്രമാണ് ഇവിടെ ത്വലാഖ് തന്നെ നിരോധിക്കണമെന്ന് പറഞ്ഞ ഒരു കൂട്ടർ സുപ്രീം കോടതിയിൽ പോയി. 2 സംഘടനകളാണ് ഇന്ത്യയിൽ അതിനെതിരെ സുപ്രീം കോടതിയെ സമീപിച്ചത്. ഒന്ന് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ, രണ്ടാമത് ഓൾ ഇന്ത്യ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡ്. എന്തേ കാരണം? ഇവിടെ ത്വലാഖ് നിലനിൽക്കണമെന്ന് സമസ്ത ആഗ്രഹിക്കുന്നില്ല. പക്ഷേ നമുക്കറിയാം, അബ്ഗദുൽ ഹലാൽ, രാജാതിരാജനായ റബ്ബിന് ഹലാലായ കാര്യങ്ങളാണെങ്കിലും പടച്ച റബ്ബിന് ഏറ്റവും കോപമുള്ളതാണ് ത്വലാഖ്. ത്വലാഖുകൾ നടക്കാൻ പാടില്ല. പക്ഷേ ചില ഘട്ടങ്ങൾ അനിവാര്യമായി വരും. ചിലപ്പോൾ ഭാര്യമാർ, സ്ത്രീകൾ വളരെ കഷ്ടപ്പെട്ട് ചെലവിന് കൊടുക്കാത്ത ഭർത്താവ്, മക്കളെ നോക്കാത്ത ഭർത്താവ്, തന്റെ എല്ലാ ഉത്തരവാദിത്വവും കൈയൊഴിഞ്ഞ ഭർത്താക്കന്മാർ, അവരിൽ നിന്ന് ത്വലാഖ് വാങ്ങിത്തരണമെന്ന് അപേക്ഷിച്ച് മഹല്ല് കമ്മിറ്റികളെ ഉസ്താദുമാരെ പലപ്പോഴും ചില സ്ത്രീകൾ സമീപിക്കാറുണ്ട്. അതിന്റെ മസലകൾ നോക്കി ഉസ്താദുമാർ ഇടപെടും. ആ സമയത്ത് അവിടെ ത്വലാഖാണെങ്കിൽ ത്വലാഖ്, മറ്റുള്ള വിവാഹമോചനത്തിന്റെ വഴികളാണെങ്കിൽ അങ്ങനെ, അതിനവിടെ നിയമങ്ങൾ വേണ്ടേ? ഞാൻ പറഞ്ഞു വരുന്നത്, പലപ്പോഴും സ്ത്രീകളുടെ അവകാശവും സ്ത്രീകളുടെ ഭാവി ജീവിതത്തിന് ഏറ്റവും അനിവാര്യവുമായി വരും വിവാഹമോചനം. അവർക്ക് മറ്റൊരു മനോഹരമായ കുടുംബ ജീവിതത്തിന്
അത് പാടില്ല, അത് നിരോധിക്കണമെന്ന് പറയുമ്പോൾ സമസ്ത സുപ്രീം കോടതിയിൽ പോയി. ആ ശരീഅത്ത് നിലനിൽക്കണം, നമ്മുടെ അവകാശങ്ങൾ നിലനിൽക്കണം. 20ഓളം കേസുകളിൽ ഈ ഉമ്മത്തിന് വേണ്ടി, ന്യൂനപക്ഷത്തിന് വേണ്ടി, രാജ്യത്തിന് വേണ്ടി നമ്മുടെ അവകാശ പോരാട്ടത്തിന് സമസ്ത ഇടപെടുകയാണ്. പല കേസുകളിലും സുപ്രീം കോടതിയിലെ വക്കീലുമാര് ഫീസ് പോലും ഇളവ് ചെയ്ത് തരാറുണ്ട്, പലപ്പോഴും ഫീസ് ഒഴിവാക്കി തരാറുണ്ട്. എന്തേ കാരണം? സമസ്തയെ മനസ്സിലാക്കിയിട്ട്. ഈ സമസ്ത നിഷ്കളങ്കരായ മഹാപണ്ഡിതന്മാരുടെ പ്രസ്ഥാനമാണെന്നതുകൊണ്ട് ഇത്ര അവകാശ പോരാട്ടങ്ങൾ നടത്തുന്ന, നിയമ പോരാട്ടങ്ങൾ നടത്തുന്ന, വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ നടത്തുന്ന, ആത്മീയ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു മഹത്തായ പ്രസ്ഥാനത്തിന്റെ പേരാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. അതുകൊണ്ട് തന്നെ സമസ്ത ജനങ്ങളുടെ ഹൃദയത്തിൽ കയറിപ്പോയി. ഈ കഴിഞ്ഞ വിദ്യാഭ്യാസ ബോർഡ് യോഗത്തിൽ പോലും പുതിയ മദ്രസകൾ അംഗീകരിക്കാനുണ്ടായിരുന്നു. എന്തേ കാരണം? ഇതൊന്നും സമസ്ത ഉണ്ടാക്കി കൊടുത്തതല്ല. ഈ 11,082 മദ്രസകൾ ഒരൊറ്റ മദ്രസയും സമസ്ത ഭൂമി വാങ്ങിയിട്ടോ സമസ്ത കെട്ടിടം ഉണ്ടാക്കിയിട്ടോ അല്ല. നാട്ടുകാര് ഭൂമി വാങ്ങും, വഖഫ് ചെയ്യും, അല്ലെങ്കിൽ അവർ പിരിച്ചെടുത്ത് ഭൂമി വാങ്ങും, അവർ കെട്ടിടമുണ്ടാക്കും. എന്നിട്ട് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെ സമീപിക്കും. വിദ്യാഭ്യാസ ബോർഡിന്റെ മുന്നിലേക്ക്, MT ഉസ്താദിന്റെ മുന്നിലേക്ക്, സയ്യിദുൽ ഉലമയുടെ മുന്നിലേക്ക് അപേക്ഷ കൊണ്ടുവരും, ഞങ്ങളുടെ മദ്രസ അംഗീകരിക്കണം. എന്തേ കാരണം? ആ ഉസ്താദുമാരോട് ഈ കോടിക്കണക്കിന് വരുന്ന ജനങ്ങൾ പറയുന്നത്, ഞങ്ങളുടെ മക്കളെ നിങ്ങളാണ് ഖുർആൻ പഠിപ്പിക്കേണ്ടത്, ഞങ്ങളുടെ മക്കൾക്ക് ദീൻ പഠിപ്പിക്കേണ്ടത്, ഫിഖ് പഠിപ്പിക്കേണ്ടത് സമസ്തയാണ്, വിശ്വാസം പഠിപ്പിക്കേണ്ടത് സമസ്തയാണ്, അഖ്ലാഖ് പഠിപ്പിക്കേണ്ടത് സമസ്തയാണ്, തജ്വീദും താരീഖും പഠിപ്പിക്കേണ്ടത്, തസവ്വുഫ് പഠിപ്പിക്കേണ്ടത് സമസ്തയാണ്. ഇതാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഖബൂലിയത്ത്. ഇത് അള്ളാഹുവിന്റെ ഔലിയാക്കൾ സ്ഥാപിച്ച മഹത്തായ ഒരു പ്രസ്ഥാനമാണ്. ആ ഖബൂലിയത്തല്ലേ നമ്മൾ ഈ ആവേശോജ്വലമായ ആരവങ്ങളിലൂടെ കാണുന്നത്. ബഹുമാനപ്പെട്ട മഹാനായ സയ്യിദുൽ ഉലമക്ക്, ശൈഖുൽ ജാമിയ, മഹാനായ ആലിക്കുട്ടി ഉസ്താദ് സമസ്തയുടെ ത്രിവർണ്ണ പതാക കൈമാറി. ഏതാണ് ത്രിവർണ്ണ പതാക? മനോഹരമായ 3 വർണ്ണങ്ങൾ. എന്താണ് ആ 3 വർണ്ണങ്ങളുടെ അടയാളപ്പെടുത്തലുകൾ? മനോഹരമായ ഒരു പച്ചപ്പുണ്ട് ആ അടയാളപ്പെടുത്തതിൽ. സമസ്തയുടെ പതാകയിൽ ആ പച്ചപ്പിന്റെ വിശ്വാസ ദൃഢ ഈമാനിന്റെ, യഖീനിന്റെ, വിശ്വാസ ദൃഢതയുടെ, അതോടൊപ്പം തന്നെ ആത്മീയതയുടെ പച്ചപ്പാണ് ആ പതാകയിൽ അടയാളപ്പെടുത്തിയത്. അതോടൊപ്പം തന്നെ സത്യസന്ധതയുടെയും അറിവിന്റെയും വിജ്ഞാനത്തിന്റെയും ധവളിമ വെളുപ്പാണ് പതാകയിൽ അതിന്റെ മനോഹാരിത സൂചിപ്പിക്കുന്നത്. നവത്വത്തിന്റെ ഊർജ്ജസ്വലതയുടെ അടുത്ത തലമുറയിലേക്ക് ഈ ആത്മീയതയും സുന്നത്ത് ജമാഅത്ത് ഏൽപ്പിച്ചു കൊടുക്കാനുള്ള സന്ദേശമാണ് മാന്തളിർ നൽകുന്നത്. അതോടൊപ്പം തന്നെ അവിടെ അർദ്ധചന്ദ്ര നക്ഷത്രാങ്കിത അടയാളപ്പെടുത്തലുണ്ട്. ദിശാബോധത്തിന്റെ നക്ഷത്രത്തിന്റെ വെളിച്ചം പരത്തുന്ന മനോഹരമായ നൂറാനിയത്തിന്റെ അടയാളപ്പെടുത്തലുകൾ. മുത്തനബിയോടുള്ള പ്രവാചക സ്നേഹത്തിന്റെ മദീന മുനവ്വറ ഉല്ലേഖനം ചെയ്യപ്പെട്ട ഈ മനോഹരമായ പതാക സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ സമുന്നതനായ സീനിയർ നേതാവ് ജനറൽ സെക്രട്ടറി ശൈഖുൽ ജാമിയ സയ്യിദുൽ ഉലമക്ക് കൈമാറി. പ്രയാണം കന്യാകുമാരിയിൽ നിന്ന് തുടങ്ങി MT ഉസ്താദിന്റെ ബഹുമാനപ്പെട്ട കോഴിക്കോട് ഖാദി ജമലി തങ്ങളുടെ നേതൃത്വത്തിൽ ഈ കൊല്ലം പീരങ്കി മൈതാനിയിൽ എത്തിച്ചേരുമ്പോ നമുക്ക് പ്രതീക്ഷയുണ്ട്. ഈ ആവേശം കാണുമ്പോ നമ്മൾ കാത്തിരിക്കുകയാണ്, ദിവസങ്ങൾ എണ്ണുകയാണ് കുണിയയിലേക്ക് പോകാൻ, കാസർകോട്ടേക്ക് പോകാൻ. സോഷ്യൽ മീഡിയകൾ നമ്മുടെ മക്കൾ ആവേശത്തോടെ ഇനി ഇത്ര ദിവസം ഓരോ ദിവസവും മനോഹരമായ പോസ്റ്ററുകൾ വരുന്നു. ആവേശത്തോടെ നേരം പുലരുമ്പോ സമസ്തയുടെ മഹാസമ്മേളനത്തെ കാത്തിരിക്കുകയാണ്. അവിടെ വിശാലമായ വരക്കൽ മുല്ലക്കോയ തങ്ങൾ നഗരി ഒരുങ്ങുകയാണ്. ആ നഗരി ഒരടയാളപ്പെടുത്തലാണ്. ഒരുപക്ഷേ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ഒരു മഹാസമ്മേളനം. ഇത് പറയാൻ കാരണം നമ്മുടെ ദുബൈയിലെ സമ്മേളനം ഏറെക്കുറെ 7000-ലധികം ആളുകളാണ് പങ്കെടുത്തത്. ആ സമ്മേളനം കണ്ട് നമ്മുടെ പ്രിയപ്പെട്ട രമേശ് ചെന്നിത്തല അദ്ദേഹം പറഞ്ഞു, ഞാൻ ഞെട്ടിപ്പോയി എന്ന്. ഇവിടെ നമ്മുടെ സമ്മേളനത്തിൽ പങ്കെടുത്ത NK പ്രേമചന്ദ്രൻ സാറ് മനോഹരമായി തന്റെ അനുഭവം ഇവിടെ വിവരിച്ചു. സമസ്തയുടെ പ്രചരണ സമ്മേളനങ്ങൾ കാണുമ്പോൾ പോലും നമ്മുടെ ജനപ്രതിനിധികൾ ഇത്ര കൗതുകത്തോടുകൂടെയാണ് വീക്ഷിക്കുന്നതെങ്കിൽ ഇൻഷാ അല്ലാഹ് കാസർഗോഡ് കുണിയയിൽ നടക്കാൻ പോകുന്നത് ഒരു മഹാത്ഭുതമാണ്, ഒരു മഹാസംഭവമാണ്. ലക്ഷക്കണക്കിന് ആളുകളാണ് അവിടെ ഒരുമിച്ച് കൂടുക. ചില ആളുകൾ ചോദിക്കുന്നത്, എന്തിനാണ് നിങ്ങൾ കോടികൾ ചെലവഴിക്കുന്നത്, കോടികൾ ചെലവഴിച്ച് സമ്മേളനം നടത്തുന്നത്? കോടികൾ ചെലവഴിക്കുന്നത് സമസ്തക്ക് വേണ്ടി ഈ ഉമ്മത്താണ്. അവിടെ പങ്കെടുക്കുന്ന മുഴുവൻ ക്യാമ്പ് അംഗങ്ങൾക്ക് ഭക്ഷണം എന്റെ വക കൊടുക്കാമെന്ന് കാസർകോട്ട് നമ്മുടെ നഗരി അനുവദിച്ചു തന്ന കുണിയ ഇബ്രാഹിം ആജിയെ പോലെയുള്ള മഹാന്മാര് പറയുമ്പോ ആളുകൾ, ഉമറാക്കൾ, സമ്പന്നന്മാരായ
ആളുകൾ ആവേശത്തോടുകൂടെ സമ്മേളനത്തിന്റെ ഓരോ കാര്യങ്ങൾക്ക് അവർ ഏറ്റെടുത്ത് ഇങ്ങോട്ട് വരികയാ. ഇനി ലക്ഷങ്ങളും കോടികൾ ചെലവഴിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? അവിടെ ദുആ ചെയ്യുന്നതിന് വേണ്ടി. ലക്ഷക്കണക്കിന് ആളുകൾ ദുആ ചെയ്യുമ്പോ പഴയ കാലത്ത് നമുക്ക് ഓർമ്മയില്ലേ, യാ വദൂദ് യാ വദൂദ് യാ വദൂദ് എന്ന് ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദ് ദുആ ചെയ്യുമ്പോൾ ആമീൻ പറയാൻ പോയത്, അടിയങ്ങളോട് പൊറുക്കണേ, അടിയങ്ങളെ രക്ഷിക്കണേ എന്ന് മഹാനായ കോയക്കുട്ടി ഉസ്താദ് ദുആ ചെയ്തപ്പോൾ ആമീൻ പറയാൻ പോയത്. ഫെബ്രുവരി 4 മുതൽ 8 വരെ ഒരുപാട് തങ്ങന്മാർ ദുആ ചെയ്യും, ഒരുപാട് ഉസ്താദുമാർ ദുആ ചെയ്യും, ഒരുപാട് സാദാത്തുക്കൾ ഔലിയാക്കൾ ദുആ ചെയ്യും. അതിന് ആമീൻ പറയാനാണ്. 33,313 ആളുകൾ പങ്കെടുക്കുമ്പോ അവിടെ 33,313 യാസീൻ സൂറത്തുകൾ ഓതും, ഖത്മുൽ ഖുർആനുകൾ, ഹദ്ദാദ്, മൗലിദ്, തഹജ്ജുദ് നിസ്കാരം, ഒരാത്മീയമായ സംഗമമാണ് അവിടെ നടക്കാൻ പോകുന്നത്. അവിടെ ലക്ഷക്കണക്കിന് ആളുകൾ 8-ാം തീയതി മഗ്രിബ് നിസ്കരിക്കുമ്പോ അവിടെ ഒരു മഅ്മൂമായി മാറാൻ 10,000-കണക്കിന് ഹാഫിളീങ്ങളായ മക്കൾ, 10,000-കണക്കിന് യതീമുകൾ, 10,000-കണക്കിന് മുത്തഅല്ലിമീങ്ങൾ, 10,000-കണക്കിന് മഹാപണ്ഡിതന്മാർ, 10,000-കണക്കിന് തങ്ങന്മാർ, 10,000-കണക്കിന് സ്വാലിഹീങ്ങളായ ആളുകൾ ഒരുമിച്ച് കൂടുന്ന സമയത്ത് അവരോട് കൂടെ അലിഞ്ഞു ചേർന്ന് ഒരു വഖത്ത് നിസ്കരിക്കാൻ, ജമാഅത്തിൽ പങ്കെടുക്കാൻ, അവരുടെ ദുആയിൽ ആമീൻ പറയാൻ അവസരം കിട്ടുന്നത് സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ആത്മീയതയല്ലേ? അതിനാണ് നമ്മൾ ദിവസങ്ങൾ എണ്ണി കാത്തിരിക്കുന്നത്. അവിടെ മനോഹരമായ ഒരു കവാടം സ്ഥാപിക്കപ്പെടും. കാസർകോട്ടെ കുണിയയിലെ വരക്കൽ മുല്ലക്കോയ തങ്ങൾ നഗരിയിലേക്ക് നമുക്ക് ജനലക്ഷങ്ങൾക്ക് കടന്നു ചെല്ലാൻ അവിടെ മനോഹരമായ ഒരു കവാടം സ്ഥാപിക്കപ്പെടും. ആ കവാടം ശൈഖുനാ ശംസുൽ ഉലമയുടെ നാമധേയത്തിലാണ്. ശംസുൽ ഉലമയുടെ ആശയത്തിന്റെ കവാടത്തിലൂടെ, ശംസുൽ ഉലമയുടെ ആദർശത്തിന്റെ കവാടത്തിലൂടെ, ശംസുൽ ഉലമയുടെ നിലപാടിന്റെ കവാടത്തിലൂടെ, ശംസുൽ ഉലമ അരനൂറ്റാണ്ട് കാലം സകല ബിദ്അത്തിന്റെ, സകല ഉൽപ്പതിഷ്ണുക്കളുടെ, പുത്തൻ പ്രസ്ഥാനങ്ങളുടെ അപകടകരമായ ചെളിയും ചേറും നീക്കി വൃത്തിയാക്കി കള്ളത്തരീക്കത്തുകളുടെ കളകൾ പറിച്ചു കളഞ്ഞ് ഈ ഉമ്മത്തിന്റെ മുന്നിൽ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ വിശുദ്ധമായ ഒരു വഴി വെട്ടിത്തെളിച്ചു ശംസുൽ ഉലമ. ആ ശംസുൽ ഉലമ എന്ന കവാടത്തിലൂടെ, അവരുടെ വഴിയിലൂടെ, അവരുടെ ആശയത്തിലൂടെ, ആദർശത്തിലൂടെ ലക്ഷക്കണക്കിന് ആളുകൾ അങ്ങോട്ട് ഒഴുകിയെത്തുമ്പോ അത് നമ്മുടെ വികാരമാണ്, നമ്മുടെ ആവേശമാണ്, ഇത് സമസ്തയാണ്, നമ്മുടെ ഈമാനിന്റെ സംരക്ഷണമാണ്, ഇത് ഔലിയാക്കളുടെ വഴിയാണ്. നമുക്ക് ഏറ്റവും വലിയ പ്രതീക്ഷയുടെ, ഏറ്റവും വലിയ ആവേശത്തിന്റെ വഴിയൊരുക്കുന്ന വഴിയാണ്. ഇൻഷാ അല്ലാഹ് ഏതാനും നിമിഷങ്ങൾക്കകം സയ്യിദുൽ ഉലമ നമ്മുടെ ഈ വേദിയിലേക്ക് കടന്നു വരികയാണ്. മഹാന്മാരായ സമസ്തയുടെ മുശാവറ അംഗങ്ങളുടെ നേതൃത്വത്തിൽ മഹാന്മാരായ നേതാക്കൾ നമ്മുടെ ഈ വേദിയിലേക്ക് കടന്നു വരികയാണ്. അൽഹംദുലില്ലാഹ് ആദർശ വിശുദ്ധിയുടെ ഊർജ പ്രവാഹമായി മഹാനായ സയ്യിദുൽ ഉലമയുടെ നേതൃത്വത്തിലുള്ള നമ്മുടെ നേതാക്കൾ ഇതാ ഈ വേദിയിലേക്ക് കടന്നു വരികയാണ്. ഇൻഷാ അല്ലാഹ് അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ ആദർശ കോട്ടക്ക് ഒരു പോറലുമേൽപ്പിക്കാൻ ഒരു ബിദ്അത്തുകാരനെയും ഒരു ഉൽപ്പതിഷ്ണുവിനെയും അനുവദിക്കുകയില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് നമ്മുടെ നേതാക്കൾ ഇങ്ങോട്ട് കടന്നു വരുന്നത്. രാജ്യത്തിന്റെ മതേതരത്വവും മൈത്രിയും ഈ മലർവാടിയെ, ഇന്ത്യ എന്ന മനോഹരമായ മലർവാടിയെ ചവിട്ടിമെതിക്കാൻ ഒരുങ്ങി നിൽക്കുന്ന തീവ്രവാദികളോട്, രാജ്യദ്രോഹികളോട് കോംപ്രമൈസ് ആവാൻ മനസ്സില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഈ രാജ്യത്തോടൊപ്പം നിൽക്കാൻ, ഈ രാജ്യത്തിന്റെ മൈത്രിയും മനോഹാരിതയും സംരക്ഷിക്കാൻ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഈ ശതാബ്ദി സന്ദേശ യാത്ര നമ്മുടെ ഈ വേദിയിലേക്ക് കടന്നു വരുന്നത് ഇത് ഔലിയാക്കളുടെ വഴിയാണ്, ഇത് സൂഫിയാക്കളുടെ വഴിയാണ്, ഇത് മഹാന്മാരുടെ രാജപാതയാണ്. ഇത് ഈ മഹാസമ്മേളനത്തിന്റെ കൂടെ നിൽക്കുമ്പോ, ഇതിന്റെ പ്രചാരകരാകുമ്പോ, ഈ 10 ദിവസം പ്രായമുള്ള നമ്മുടെ ഉസ്താദുമാർ ഓടി നടക്കുമ്പോ, ഈ തങ്ങന്മാർ ഈ യാത്രയുടെ കൂടെ സഞ്ചരിക്കുമ്പോ ഒരേ ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ, നമുക്ക് പരലോകത്ത് വിജയിക്കണം. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഭൗതികമായ ഒരു കാര്യവും നമ്മുടെ മുന്നിലില്ല, സാമ്പത്തികമായ ലക്ഷ്യങ്ങൾ നമ്മുടെ മുന്നിലില്ല. തഹിയ ആപ്പിലൂടെ നമ്മൾ ഓരോരുത്തരുമാണ് പണം കൊടുത്തത്. 10 രൂപ, 50 രൂപ, 100 രൂപ. ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് മുഈൻ അലി ശിഹാബ് തങ്ങൾ
പ്രഖ്യാപിച്ച ഒരു പദ്ധതിയാണ്. അസ്മാഉൽ ഹുസ്നയുടെ എണ്ണം കണ്ട് 99 രൂപ വെച്ച് നിങ്ങൾ തഹിയയിലേക്ക് കൊടുക്കണം. 37 ലക്ഷം രൂപ ആ 99 അസ്മാഉൽ ഹുസ്നയിലൂടെ ഈ ഉമ്മത്ത് നൽകി. 313 നൽകിയവർ, 1000 നൽകിയവർ, അതേപോലെ 50,000-ഉം 1,00,000-ഉം നൽകിയവർ. സമസ്തയുടെ മുശാവറ അംഗങ്ങൾ 10,000, 30,000, 50,000, 1,00,000 ഒക്കെ നൽകിയ മഹാന്മാർ, ഈ നേതാക്കൾ, ബഹുമാനപ്പെട്ട ശൈഖുന സയ്യിദുൽ ഉലമയും ബഹുമാനപ്പെട്ട ശൈഖുന MT ഉസ്താദും ബഹുമാനപ്പെട്ട മഹാനായ പാണക്കാട് സയ്യിദ് സാബിഖ് അലി ശിഹാബ് തങ്ങളും ബംബ്രാണ ഉസ്താദും ഒക്കെ നേതൃത്വം നൽകുന്ന ആ കമ്മിറ്റിയാണ് തഹിയെ നിയന്ത്രിച്ചത്. അൽഹംദുലില്ലാഹ്, മനോഹരമായി ഈ ഉമ്മത്ത് കോടികൾ സമസ്തയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുമ്പോ നമുക്ക് വലിയ പ്രതീക്ഷയുണ്ട്. സമസ്തയുടെ കരങ്ങളിൽ നമ്മുടെ ഭാവി ഭദ്രമാണ്. ഇൻഷാ അല്ലാഹ്, അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമയെ, ജാഥാ നായകന്മാരെ ഈ സദസ്സിലേക്ക് മനോഹരമായി നമ്മുടെ മക്കൾ സ്വീകരിച്ചാനയിക്കുകയാണ്. അതിനുവേണ്ടി അവരെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.